നീ ഒരു അന്തംഗമ്യ. നീ അതിനകത്ത് പറയുന്നുണ്ട് 2031 LDF അങ്ങ് മറച്ചു വെക്കും, കിണ്ടി ഉണ്ടാക്കും. LDF കിണ്ടി സർക്കാരിൻ്റെ മുതലും ജനങ്ങളുടെ മുതലും കട്ടോണ്ട് പോയതിനാണ് നീ പറഞ്ഞ കീഴൂട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ കെടുത്തിയത്. KSRTCയിൽ നടന്ന ഒരു അഴിമതിയെ പറ്റി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന 2 കമൻ്റ് ഉണ്ട്. അതിനകത്തൊരു കമൻറ്റ് ഇതാണ്: നിന്നെയും വെല്ലുവിളിക്കുന്നു, പത്രക്കാരെയും വെല്ലുവിളിക്കുന്നു. നിന്റെ വായ്ത്താളത്തിൽ വിശ്വസിക്കുന്ന പത്തനാപുരത്തുകാരുണ്ടാകും, എല്ലാവരെയും നീ അതിൽ കൂട്ടലിട. നീയൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഗണേശനെതിരെ കേസ് കൊടുത്ത് അഴിമതി തെളിയിച്ച് അയാളെ ജയിലിലാക്കി കാണിക്കുക. അത് കഴിഞ്ഞ് നിന്റെ വായ്ത്താളത്തിന് മാർക്കിട്ട് തരാം. അത് പറഞ്ഞേക്കുന്നത് ദേശാന്തിരി കൊല്ലം ഈസ്റ്റാണ്. ദേശാന്തിരി കൊല്ലം ഈസ്റ്റ് ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത്തെ കമൻറ്റ് ബേബി ജോർജിൻ്റെയാണ്. പോടാ മോനെ, നിന്നെയും നിന്റെ കുടുംബത്തിലുള്ളതൊക്കെയും വിലയ്ക്ക് വാങ്ങാനുള്ള ആസയുണ്ട് കീഴോട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാറിന്. അല്ലാതെ KSRTCയുടെ പേരിൽ കൊള്ള നടത്തിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാൻ. എടാ പരമനാറി, ഈ 5 കൊല്ലം കഴിഞ്ഞ് 2031 ഇതിന് ചുട്ട മറുപടി ജനം തരും. അല്ലെങ്കിൽ LDF എന്ന മഹാപ്രസ്ഥാനം തന്നിരിക്കും. ഓക്കെ, അപ്പം പറയാനുള്ളത് ദേശാന്തിരി ന്യൂസിനോടും ബേബി ജോർജിനോടുമാണ്. ദേശാന്തിരി ന്യൂസ് പറഞ്ഞ എന്താണ്, നിന്നെ വെല്ലുവിളിക്കുന്നു, നീ ഗണേഷ് കുമാറിനെതിരെ കേസ് കൊടുക്ക്, തെളിയിക്കുന്നൊക്കെ. ഞാൻ കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വിവരാവകാശ രേഖകൾ വഴി മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന വിവരാവകാശ രേഖ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, വിവരാവകാശ രേഖ തെറ്റാറില്ല, അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തി KB ഗണേഷ് കുമാർ ജയിലിൽ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതിന് ഞാൻ കേസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ വായ്ത്താളത്തിൻ്റെ കാര്യം, KB ഗണേഷ് കുമാറിന് വേണ്ടി ദേശാന്തിരി ഈസ്റ്റ് നടത്തിയ വായ്ത്താളത്തിൻ്റെ അത്രയൊന്നും ഞാൻ വായ്ത്താളം നടത്തിയില്ല. പിന്നെ നിൻ്റെ മാടമ്പി അണ്ണൻ ഗണേഷ് കുമാറിൻ്റെ വായ്ത്താളം കൂടിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം മരണ വീടുകൾ കയറി ഈ പറയുന്ന പാലുകാച്ചനും കല്യാണത്തിനും ഒക്കെ കയറി ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത് അതൊരു മോശം കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതൊക്കെ മോശമാണെന്ന് പറഞ്ഞ ആളാണ് നിങ്ങളുടെ മാടമ്പി ഗണേഷ് കുമാർ. അയാളിപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് അയാളുടെ വായ്ത്താളം കൂടിപ്പോയതുകൊണ്ടാണ്. കൂടെയുള്ള ഈ ദേശാന്തിരിയുടെയും ഈ കൂടെയുള്ള കുറേ ആളുകളുടെയും വായ്ത്താളം കൂടിപ്പോയതുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ ബേബി ജോർജ് പറഞ്ഞത് കീഴൂട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണ പിള്ള മകൻ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു. അപ്പം ഈ കീഴൂട്ട് രാമൻപിള്ള നല്ല മനുഷ്യനായിരുന്നു. ഈ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യനെ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ജയിലിൽ കിടന്നത്? 2 കേസ് ജയിലിൽ കിടന്നിട്ടുണ്ട്. 2 അല്ല, ഒരു കേസ് മറ്റേ പഞ്ചാബ് മോഡൽ പറഞ്ഞതിനാണ്. അത് പോട്ടെ. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഇടമലയാർ കേസ്. ഇടമലയാർ പദ്ധതികളിൽ കോടികൾ അഴിമതി നടത്തിയതിന്, അതായത് കട്ടോണ്ട് പോയതിന്, സർക്കാരിൻ്റെ മുതലും ജനങ്ങളുടെ മുതലും കട്ടോണ്ട് പോയതിനാണ് നീ പറഞ്ഞ കീഴൂട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ കിടന്നത്. ശിക്ഷ കിട്ടിയാണ് കേട്ടോ. ശിക്ഷ കിട്ടി ജയിലിൽ കിടന്നതാണ് ബാലകൃഷ്ണപിള്ള, അതായത് ഈ KB ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ. നീ പറഞ്ഞ ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നത് അഴിമതി കേസിലാണ്, അതായത് നാട്ടുകാരുടെ പൈസ കട്ടോണ്ട് പോയതിലാണ്. പിന്നെ നീ പറയുന്ന ഈ KB ഗണേഷ് കുമാർ അത്ര അങ്ങ് മാന്യനാക്കാൻ നീ ശ്രമിക്കേണ്ട. പല കേസിലും KB ഗണേഷ് കുമാർ അകത്ത് പോകേണ്ടതായിരുന്നു. അത് എങ്ങനെയോ പൈസ കൊടുത്തു അല്ലാതെ സെറ്റിൽ ചെയ്താണ് KB ഗണേഷ് കുമാർ നിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കേസുകളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പിന്നെ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കേസിൽ KB ഗണേഷ് കുമാറിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് ആരാണെന്നറിയാമല്ലോ. എന്താണ് ഉമ്മൻചാണ്ടിയുടെ കേസിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ന് നിനക്കറിയാമായിരിക്കുമല്ലോ. നിനക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസില്ല. നീ ഒരു അന്തംഗമ്യ. നീ അതിനകത്ത് പറയുന്നുണ്ട് 2031 LDF അങ്ങ് മറച്ചു വെക്കും, കിണ്ടി ഉണ്ടാക്കും. LDF കിണ്ടി, LDF എന്നല്ല CPM കിണ്ടി ഉണ്ടാക്കും. നീ നോക്കിയിരുന്നാൽ മതി. 2031 വരെ ഒന്നും LDF കാണൂല. അതിനു മുമ്പേ തന്നെ CPI ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് നോക്കിയോ. LDF എന്ന് പറയാൻ കാണൂല. CPM എന്നൊരു പാർട്ടി ചിലപ്പോൾ മത്സരിക്കുമായിരിക്കും. അതിനകത്ത് അല്ലാതെ ഈ തിരിച്ചുവരവ് നടത്താനും അങ്ങ് മറച്ചു വെക്കാനും വേണ്ടി അവിടെ ഒന്നും ചെയ്യാനില്ല. നീ പറയുന്ന ഈ കീഴൂട്ട് രാമൻപിള്ള മകൻ ബാലകൃഷ്ണപിള്ള അഴിമതി കേസ് ജയിലിൽ കിടന്നവനാണ്. ഈ പറയുന്ന പല കേസുകളിലും ഇതായിട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചവനാണ് KB ഗണേഷ് കുമാർ. ഇപ്പോൾ അവസാനം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു. അതെങ്ങനെയൊക്കെയോ അവസാന നിമിഷം, പിന്നെ നാണമില്ലാത്ത പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം രാജി എഴുതി വാങ്ങിച്ചില്ല എന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ രാജി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാർ ആയിരുന്ന സമയത്ത് മന്ത്രി നാണമില്ലാത്ത പിണറായി വിജയൻ, ഉളുപ്പില്ലാത്ത പിണറായി വിജയൻ ആയതുകൊണ്ട് KB ഗണേഷ് കുമാറിൻ്റെ രാജി എഴുതി വാങ്ങിയില്ല എന്നേ ഉള്ളൂ. വേറെ ഏത് മുഖ്യമന്ത്രി ആയിരുന്നുണ്ടെങ്കിലും സ്പോട്ടിൽ ആ കേസിൽ എന്ത് രാജി എഴുതി വാങ്ങിച്ചേനെ. ആ കേസ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. കാരണം ആ കേസ് കൊടുത്തവർക്ക് അത് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താണ് കാര്യം? കുടുംബ പ്രശ്നമാണേ സംഭവം. പിന്നെ ദേശാന്തിരി ന്യൂസേ, വായ്ത്താളത്തെ പറ്റി പറയുമ്പം നിൻ്റെ മുതലാളി ഈ നാട്ടിലിറങ്ങി എനിക്ക് 5000 കാമുകന്മാരുണ്ട്, ഞാൻ മാധവക്കുട്ടിയുടെയും ബഷീറിൻ്റെയും രീതി ഫോളോ ചെയ്യുന്ന ആളാണ്, അവർക്ക് കാമുകന്മാരുണ്ടായിരുന്നില്ലേ, പ്രണയിനിമാരുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ വായ്ത്താളത്തിൻ്റെ കണക്കും എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കി പട്ടികളാണ് ഈ നാട്ടിലുള്ളവർ എന്ന് പറഞ്ഞ കണക്കും ഒന്നും ആരും വായ്ത്താളം അടിക്കാൻ നിന്നിട്ടില്ല. ഒന്നുകൂടെ പറയുന്നു, നിൻ്റെ മുതലാളിയുടെ മാടമ്പി KB ഗണേഷ് കുമാറിൻ്റെ വായ്ത്താളം കൂടിപ്പോയതുകൊണ്ടാണ് ആളുകൾ വീട്ടിലിരുത്തിയത്. പറഞ്ഞ മനസ്സിലായോ? ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. ഈ പറയുന്നതാണെങ്കിൽ ഇത് കണക്ക് കുറേ അഴിമതി കേസുകൾ പൊങ്ങി വരാറുണ്ട്. അഴിമതി കേസ് അല്ലെങ്കിൽ പോലും നീ വെല്ലുവിളിച്ചതാണല്ലോ.
നീ വെല്ലുവിളിച്ചതാണല്ലോ KB ഗണേഷ് കുമാറിനെതിരെ കേസ് കൊടുത്ത് ഒന്ന് അകത്താക്കുന്നൊക്കെ. അപ്പം അകത്താക്കാനുള്ള വഴിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുറേ സംഭവങ്ങൾ നമ്മുടെ കയ്യിലും ഇരിപ്പുണ്ട്. ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട്, അത് തരാം കേട്ടോ, വെയിറ്റ് ചെയ്യും. എന്തായാലും വെല്ലുവിളിച്ചാണല്ലോ. ദേശാന്തരി ന്യൂസ് വെല്ലുവിളിയെല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ദേശാന്തരി ന്യൂസ് എന്നല്ല, KB ഗണേഷ് കുമാറിൻ്റെ ശെങ്കിടികൾ പറഞ്ഞ വെല്ലുവിളികളെല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം. അകത്ത് പോകത്തില്ല എന്നുള്ളത് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ കാര്യം. അപ്പം അതും കൂടെ വരും ദിവസങ്ങളിൽ പുറത്തുവിടാം, വെയിറ്റ് ചെയ്യും കേട്ടോ.